അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിചാരിച്ചേ അതിനെ കൊല്ലാൻ എന്തോ വരുവാ, അത് കണ്ടിട്ടില്ലേ മൃഗങ്ങള് വരുന്നെന്ന് വിചാരിച്ചേ. രതീഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ശരിയായിരിക്കില്ലേ? ഭയമായിരിക്കും എല്ലാവർക്കും. പുള്ളിയുടെ കൊറേ ട്രോൾ അടിപൊളി കേട്ടോ. മറ്റേ എവിടെയോ സ്ഥലത്ത് മുതലിറങ്ങി. അപ്പൊ ഫിറോസേ അച്ഛാ വേഗം രക്ഷപ്പെട്ടോ. ഒന്ന് രക്ഷിക്കണേ. എങ്ങനെ ഈ വീടിന്റെ ചാവി എന്റെ മോളെ എവിടെയെങ്കിലും ഒളിപ്പിക്കും. ചേട്ടാ ചേട്ടാ ചേട്ടാ. നിങ്ങൾ ആരാ? ഞാൻ വിനോദ്. നിന്റെ അച്ഛനവന്മാർ കൊന്നു. അച്ഛാ വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു. ഞാൻ വിളിക്കാൻ വന്നതാണ്. എവിടേക്കാണ് പോവേണ്ടത്? തൽക്കാലം എന്റെ വീട്ടിലോട്ട് പോകാം. അപ്പൊ വിനോദിന് വേറെ പ്രശ്നമാകത്തില്ലേ? അത് സാരമില്ല, ഞാൻ നോക്കിക്കോളാം. എന്ത് നടക്കുന്നിവിടെ? വെയിറ്റ്, വിനോദ് എന്തോ പ്ലാൻ ഇടുന്നുണ്ട്. കഴിഞ്ഞ അല്ല, എനിക്ക് മനസ്സിലാവാത്തറിയോ, മരിച്ചു കിടന്നവൻ പറഞ്ഞു വേഗം എന്റെ മോളെ രക്ഷപ്പെടുത്താൻ. പക്ഷെ ലുങ്കി എടുത്തോണ്ടിരുന്ന വിനോദ് വീട്ടിൽ പോയി ഷർട്ടൊക്കെ ഇട്ട് തിരിച്ചു വന്നു. ശരിയാണല്ലോ, അച്ഛൻ പറഞ്ഞു പോവായിരുന്നു. അത് ശരിയാ. പുള്ളി സീരിയസ് പുള്ളി വീട്ടിൽ പോയി കളകള ഷർട്ടൊക്കെ ഇട്ടിട്ട് ഗുഡ് ഡിംപിൾ, നോട്ടീസിംഗ് പവർ. അടുത്ത പോരട്ടെ. നമ്മളിതിലില്ല. കൊച്ചുള്ളവര് പ്രണയിക്കുന്ന നോ കമന്റ്സ്. മറ്റേ നമസ്തേ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു. എന്താ ഇത് പിടിച്ചേക്കുന്നത്? കൊടയാണോ അത്? അതൊക്കെ പറഞ്ഞാ പോരെ. അല്ല, ഈസ്റ്റർ ആശംസകൾ പറയണം. ഓക്കെ, നല്ല കാര്യം. ഇത് അത് ഈസ്റ്റർ പൂവാന്ന് തോന്നുന്നു. അതാണോ ഈസ്റ്റർ പൂവ്? ഈസ്റ്റർ പൂവോ? ആ, ഈസ്റ്റർ പൂവും പിടിച്ച് എല്ലാവർക്കും പറഞ്ഞു പോവും. അങ്ങനെ ഒരു പൂ. അതല്ലല്ലോ ഈസ്റ്റർ പൂവ്, അത് കുളമ്പി പൂവല്ലേ? അതൊരു മരം ഉണ്ടല്ലോ. എന്റെ അമ്മോ, ഇപ്പോഴത്തെ അമ്മമാരൊക്കെ ഇല്ലേ മക്കളുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നില്ലേ? എത്ര പേരാ? ശരി, എത്ര പേരാ. മറ്റേ ശ്രീജിത്തോ എന്തായിരുന്നു? ശ്രീജിത്തോ പുള്ളിയുടെ മറ്റേ അവരുടെ ഒരു ഭയങ്കര ഹിറ്റ് ഒരു സാധനം ഉണ്ടല്ലോ. ആ, മറ്റേ എന്താ ജലദേവത. ജലദേവതയൊക്കെ കോസ്റ്റ്യൂം ഒക്കെ കിട്ടില്ലോ. അയ്യോ, റേവോ പവറടി. പുള്ളിക്കാരി സ്റ്റെപ്പ് നോക്കിണ്ട കണ്ണൊക്കെ അടച്ചു നിന്നിട്ട് ചെയ്യില്ലേ? എന്നാ മൈൻഡടാ ഇത്. ഓ, അപ്പുറത്തെ ചേച്ചിട്ടുണ്ടോ? കണ്ടോ മൈൻഡ് അല്ലേ പുള്ളിക്ക്. ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വന്നേ, ഞങ്ങൾ എൻജോയ് ചെയ്യും. ഇവര് ഫ്രണ്ട്സ് ആണെങ്കിൽ കൊള്ളാം കേട്ടോ. ഫ്രണ്ട്സ് ആയിരിക്കുള്ളൂ. ഫ്രണ്ട്സ് അതല്ലെങ്കിൽ നെയ്ബേഴ്സും ഒക്കെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ പോളി. നൈസ്.
ഇങ്ങനെ വേണം അല്ലേ ലൈഫ് ജീവിക്കാൻ? എനിക്ക് കണ്ണെഴുതി ഞാൻ കണ്ടത്. ഓമനിച്ച് വളർത്താൻ ഒരു കുഞ്ഞിനെ വേണമെങ്കിൽ ഞാൻ എന്തോ ചെയ്യണം? ഞാൻ അഡോപ്റ്റ് ചെയ്യണോ? ഞാൻ ദത്തെടുക്കണം? എനിക്ക് അറിയാമെന്നോട് ചോദിക്കണം. പ്രത്യേകിച്ച് ജിമ്മന്മാർക്ക് ബോഡി ബിൽഡർമാർക്കാണെങ്കിൽ ചോദിക്കാം, നിനക്കൊക്കെ 40 മുട്ട വേണോ? നിനക്കൊക്കെ എന്താണ് ഒരെണ്ണത്ര ഞാൻ വളർത്തിക്കൊട്ടാ? ഞാൻ കാണാൻ ഉദിച്ച കുഞ്ഞിക്കാലുകളാണ് നിന്റെയൊക്കെ ഉണ്ട കൈകളിൽ മസിലായിട്ട് ഉഴിഞ്ഞിരിക്കുന്നത്. 40 മുട്ട എന്നെ തിന്നുന്ന മൊത്തം തിന്നും. അത് മഞ്ഞ എടുത്ത് കളയും. എടാ മഞ്ഞ എന്റെ നീരുവാണോ? ഇറങ്ങാൻ കിട്ടവന്. നിനക്കൊക്കെ മിസ്റ്റർ പോറ്റിമുക്കും മിസ്റ്റർ കളിയിക്കാവിടെയൊക്കെ അവൻ ആഗ്രഹമുള്ള പോലെ എനിക്കും ഉണ്ടടാ ആഗ്രഹങ്ങൾ. മക്കള് പഠിച്ച് വലിയ നിലയിൽ എത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. ഞാൻ പഠിപ്പിച്ച് പൈലറ്റ് ആക്കാൻ വെച്ചിരുന്നതിന് ഗുർജിയാക്കി. ഞാൻ SI ആക്കാൻ വെച്ചിരുന്നതിന് നിങ്ങൾ ബുൾസൈ ആക്കി. ഒരമ്മയ്ക്ക് ഈ ഗതി വരല്ലേ? ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചൂടെ? കുറെ ആൾക്കാർ മര്യാദയ്ക്ക് രാവിലെ ദോശയും ചമ്മന്തിയൊക്കെ തിന്നോണ്ടിരുന്നതാണ്. ഇപ്പൊ കുറെ ന്യൂട്രീഷൻ എക്സ്പെർട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ദിവസം തുടങ്ങേണ്ടത് പ്രോട്ടീൻ കൊണ്ടാണ്. നിങ്ങൾക്ക് പ്രോട്ടീൻ വേണമെങ്കിൽ ജീവിതം ജീവിച്ച് തീർത്ത ഒരു പോത്തിനെ തിന്നോളൂ. ഒരു പഞ്ചായത്ത് മൊത്തം തിന്നു. അതല്ലേ ഞാൻ ജീവിതം കൊടുക്കാതെ ഒരു മുട്ട എടുത്ത് പൊടിഞ്ഞു തിന്നത് എവിടെ തന്നെ? നീ ഒന്ന് ഗുണം പിടിക്കാനേ പോണില്ല. പ്രത്യേകിച്ച് ബോഡി വിട്ടോ 40 മുട്ടകളോ ഒരു ദിവസം. നീ ഒന്നും ബൾക്കാവാതെ പോട്ടു. അയ്യോ ചൂരൽ ഇവരുടെ കണ്ടന്റ് ഭയങ്കര രസം കേട്ടോ. തുടക്കത്തിലൊക്കെ എന്ത് രസമായിരുന്നു. ഇവര് ഒരു കുഞ്ഞു വാവ ഇനി എന്താ വരുന്നത് നോക്കിയിരിക്കുവായിരുന്നു. മറന്നിട്ട് നിങ്ങൾ പേടിക്കണ്ട, പോലും നിങ്ങളുടെ കൊച്ചിനെടുത്തോണ്ട് ഇത് ഇത്രയ്ക്ക് സൗദി നാളത്തോട് നിങ്ങൾ ഓഫീസിൽ പോകുമ്പോ നിങ്ങൾ പോവാത്ത ഇങ്ങനെ നിക്ക്. അയ്യോ ചൂരല് നല്ല രസാ. അടിപൊളിയാ. പക്ഷെ വെറൈറ്റി ആയിട്ട് വരുന്നില്ലേ? നമുക്ക് കുറച്ച് റീൽസ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കാം. തുടങ്ങാം. അപ്പൊ അഭിലാഷ് M നായർ. എല്ലാരും കളിക്കണ്ടല്ല. കപ്പയാണോ പിന്നെ കുറുക്കാണോ? കുറുക്കുന്നല്ല. അപ്പൊ ഇഞ്ചിയോ തള്ളിന്ന് പോകും. ഇത് എന്ത് പറയണേ? വിളിച്ചാൽ എന്നെ കെട്ടിയാനാണോ വിളിച്ചിട്ടാണ്? കെട്ടിയോനെ പൊളപ്പിക്കാൻ വിളിച്ചിട്ടാ. നിനക്ക് എന്താ വേണ്ടി കേട്ടല്ല മൂടി നിന്നെ വിളിച്ചിട്ടാ? ഈ കൊച്ചു വേലഞ്ഞർക്ക് എന്താണ് വെച്ച് തന്നെ നിങ്ങള് ഇത് പുഴുങ്ങി തിന്നാ ദൂരം എന്ത് ശാന്തമായിട്ട് തുടങ്ങി. എന്നിട്ട് ഇത് എങ്ങനെ അവസാനം തൂറി എന്താണ് ചെയ്തു? കൊള്ളാം കേട്ടോ. ലൈക്ക് ചെയ്ത് ഉസ്മാൻ മാങ്ങ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് LIC ചേച്ചി വീട്ടിലേക്ക് കയറി വന്നു. ചേച്ചിയെ കണ്ടപ്പോ 2 ലക്ഷം മാങ്ങ ഉസ്മാൻ ചേച്ചിക്കും കൊടുത്തു. ചേച്ചി മാങ്ങ കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഉസ്മാനോട് പറഞ്ഞേ, നല്ല മാങ്ങ എന്താ പേര് എന്ന്. ഉസ്മാൻ വിചാരിച്ച അവന്റെ പേരാ ചോദിക്കുന്നത്. ഞാൻ ഉസ്മാൻ എന്ന് പറഞ്ഞു. ഈ മൂവാണ്ടൻ മൽഗോവ എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിനായിരിക്കും ഉസ്മാൻ എന്ന് ചേച്ചിയും വിചാരിച്ചു. അവന് മാങ്ങ തിന്നു കഴിഞ്ഞ് ചേച്ചി പോവാൻ നേരത്ത് ഉസ്മാനോട് പറഞ്ഞേ, വിനോദില്ലെങ്കിൽ ഉസ്മാന്റെ അണ്ടി ഒന്ന് വേണം മുളപ്പിക്കാൻ. അഭിലാഷം നായർ ഇട്ടേക്ക് വേറെ എന്തൊക്കെ വെച്ചിട്ടുണ്ട്. എൻസിയും സുബൈ അയക്കാന്ന് പറഞ്ഞായിരുന്നു. പാമ്പ് What is this, guys? You guys should behave, okay? മനുഷ്യൻ പേടിക്കത്തില്ല. എന്ന് പറഞ്ഞ് അവളല്ല, രണ്ടുപേരും 2 വശത്തെ കോടി. Okay, calm down, guys. Okay, calm down. ഇത് വിഷയം മാറ്റി Next. ഒരു മസാല ദോശയും ഒരു കാപ്പി ഒരു ഗ്ലാസ് പച്ചവെള്ളം ഫില്ല് നേരത്തെ പാവോടി. മസാല ദോശയ്ക്ക് ഭയങ്കര എരിവല്ലേ? അത്ര വലുതായിട്ടൊന്നുമില്ല. അപ്പൊ എന്താ ദോശയ്ക്ക് മാത്രമാവും?
അയ്യോ ഓടി സ്നേഹം നോക്കി പുള്ളിക്കാരി കഴിക്കാൻ വേണ്ടി കഴിച്ചു എന്ന് വരെ കാണിക്കുന്ന എരിയുണ്ടോ നിനക്ക്? നീ സിനിമ കണ്ടിട്ടുണ്ടോ? ഓർക്കുന്നില്ല. ഭയങ്കര സീൻ പടം. ഇത് അവസാനം ക്ലൈമാക്സ് കരയിപ്പിക്കും, മോഹൻലാൽ മരിക്കും. അത് എന്ത് സ്നേഹാന്ന് പറയോ ഇവന്. അടിപൊളിയായിട്ട് പാട്ട് പാടും. ഓക്കെ 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 മനസ്സിലായി. ഇവള് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഇവള് പൂ വിൽക്കുന്ന പെങ്കൊച്ചാണ്. അപ്പൊ ഇവൻ കാശുകാരനെന്ന് കാണിക്കാൻ വേണ്ടി, മോഹൻലാല് കാശുകാരനെന്ന് കാണിക്കാൻ വേണ്ടി ചെരുപ്പൊക്കെ ഇട്ടിട്ട് നടന്നു വരുന്നു. ഓർമ്മ അറിയോ? അതായത് ഈ ചെരുപ്പിന്റെ സൗണ്ട്, അവൾക്ക് കാറ് വരുന്നു, ചെരുപ്പ് എല്ലാം അവൾ സൗണ്ടല്ലേ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ നൈസ് പടം, കിട്ടില്ല പടം കേട്ടോ. അതിനകത്ത് ഒരു ഫേമസ് പാട്ടുണ്ടല്ലോടാ. എനിക്ക് മനസ്സിലാടാ, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നി പടം. എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് വിനോദ് പോകുന്നില്ല കേട്ടോ. വിനോദ് എന്റെ മോളെ രക്ഷപ്പെടുത്താൻ താക്കോല് കൊടുത്തിട്ട് വിനോദ് പോയി കുളിച്ച് കുട്ടപ്പനായിട്ട് പപ്പറൊക്കെ ഇട്ട് വരുന്നു. ഞാൻ പറയട്ടെ, ഇവരെല്ലാം എന്താ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നേന്ന്? ചേച്ചി എഡിറ്റ് ചെയ്തേക്ക് നോക്കി. ഇവരൊക്കെ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് അറിയോ? ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അല്ല ഇതെങ്ങനെ എവിടുത്ത് വന്നത്? അതിട്ട് എഡിറ്റ് ചെയ്തിട്ട് മനസ്സ് പാട്ട് നോക്കണം, ഇട്ടേക്കണം പാട്ട്. സന്ധിപ്പോമ്പേന്റെ. പക്ഷെ പുള്ളി അനങ്ങിയില്ലേ? ഇപ്പോഴത്തെ തീർന്നു. നീ ഇങ്ങനെ ആയിരുന്നോടി? കണ്ണി കുത്തിയ? അയ്യോ നോക്കി പറ്റി. ശരിയായില്ല. ഓ പാവോടി. നീ ഇങ്ങനെ സത്യം പറയട്ടെ, നീ ഇങ്ങനെ അല്ലായിരുന്ന? എന്റെ വീട്ടിൽ ഐലൈനർ പോയിട്ട് നിനക്ക് ഭയങ്കര പൈസയാണോ? പൈസ ഇല്ലായിരുന്നു. അല്ല, പണ്ട് അല്ല ഐലൈനർ ഒക്കെ ഉണ്ടായിരുന്നു, മമ്മി മേടിച്ചെടുത്തില്ലായിരുന്നു. എന്തായിരിക്കും അടിച്ചത്? ഓ ഇത് ആളിങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. ആളങ്ങോട്ട് കാണിക്കണ്ട, ആളിങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. എല്ലാരും ഓണ്. ഇനി എല്ലാരും മൂട്. ഓ ഇത് സംഭവം അപ്പൊ ഈ അപ്പച്ചന്മാര് ഫ്രണ്ടിൽ നിൽക്കുന്നവർക്കെല്ലാം കാണിച്ചു കൊടുക്കട്ടെ. ഇവർക്കത് അറിയത്തില്ലല്ലോ, കളിയുടെ റൂൾസ് അറിയത്തില്ലല്ലോ. ഇവരപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്നങ്ങ് ഡാൻസ് കളിക്കുക. മനസ്സിലാവുന്നുണ്ടോ? എടാ ലാസ്റ്റ് നിൽക്കുന്ന ആളൊരു സ്റ്റെപ്പ് കാണിക്കും, അത് പാസ് ചെയ്ത് ഫ്രണ്ട് വരെ എത്തിക്കണം. ഇതിപ്പോ അവര് തോന്നുന്ന സ്റ്റെപ്പ് ഒക്കെ ഇട്ടിട്ട് അവര് ഡാൻസ് കളിക്കുക. പിന്നെ അങ്ങനെ ഒരെണ്ണമുണ്ട്. കോമഡിയാ ചിലരുടെയൊക്കെ കാണും. ലൈഫിൽ ഇതുവരെ പൂച്ച കട്ട്ലേറ്റ് കഴിച്ചിട്ടില്ല. ഒരെണ്ണത്തിന് തിന്നാ മതി, ബാക്കി നിങ്ങൾ എടുത്തോ. അയ്യോ കരയും.
അതേതോ പട്ടി ബാബര. അല്ല പിള്ളേരെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ശോ. എന്തുവാണ് കാണിക്കുന്നു പിള്ളേരുടെ അടുത്ത്? അയ്യോടാ കരയുന്ന കഷ്ടം. എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നു? വിഷമം. ശോ. കത്തി എടുത്തിട്ട് വരുന്നതാ. നീ നമ്മുടെ പൂച്ച കൊല്ലുമല്ലേ? അയ്യോ എന്നാലും ഇങ്ങനെ പറ്റിക്കല്ലേ? എന്തുവാ? പൂച്ചകൾ എവിടെ? പാട്ടു. വൈറൽ മാജിക് വാച്ച് ടിൽ എൻഡ്. കണ്ട് ഓടിപ്പോ. നോക്കുന്നു. വൈറൽ മാജിക്. എനിക്ക് പ്ലാൻ ചെയ്തേ ഉള്ളു കേട്ടോ. ട്രയൽ എടുത്തില്ല. ട്രയൽ എടുത്തിട്ടില്ല. നമുക്ക് നീ താത്കപ്പോഴേക്ക് ഞാൻ ബാക്കിലോട്ട് ഓടിക്കാം. ഓക്കെ. അയ്യോ ചിരിക്കാൻ പാടില്ല എന്നാലും ചിരിച്ചു പോയിന്നോ? മറ്റ് പിള്ളേരാണല്ലോ മൊത്തം. ഓക്കെ കുറച്ച് ദിവസം കഴിയുമ്പോ ചത്തുപോയത്. ഓ ഇതിലീന്ന് വന്ന ഇതിലീന്നാണത് ട്രെൻഡായേ. അപ്പോ ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണുന്നുള്ളൂ, പക്ഷെ ഈ റീല് കണ്ടില്ല. പേടിക്കണ്ട, ചത്തുപോയെന്ന്. നല്ല ഡോക്ടർ, സത്യസന്ധനാണ്. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഡിസ്കോഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ഡിസ്കോഡിന്റെ ലിങ്ക് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പൊ നിങ്ങളൊക്കെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. എല്ലാരും ഡിസ്കോ കളിക്കാനല്ല, എല്ലാരും ഡിസ്കോഡിൽ ചാനലില് ലിങ്കിൽ വരിക. നമുക്കപ്പോ എല്ലാവർക്കും സംസാരിക്കാമല്ലോ അല്ലേ? സംസാരിക്കാൻ പറ്റത്തില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടാനൊക്കെ പറ്റും. അപ്പൊ അതിനകത്ത് നമുക്ക് റീൽസ് ഒക്കെ അയച്ചു തരാൻ പറ്റും. എല്ലാരും അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി രസമായിരിക്കും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്ന്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ.